الله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പല തരത്തിലുള്ള കഥകൾ നമ്മുടെ മുന്നിൽ വരച്ച് വയ്ക്കുന്നുണ്ട്. കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടി കഥ പറയുക എന്നുള്ളത് എക്കാലത്തും ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വഴിയാണ്. കാരണം കഥ ഏത് പ്രായക്കാർക്കും ഇഷ്ടമാണ്. കുട്ടികളെ പോലെ മുതിർന്നവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കഥ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയ്ക്ക് ആമുഖമായി ഖുർആൻ പറഞ്ഞത് അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചെറുതും വലുതുമായി പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന നൂറുകണക്കിന് കഥകൾ ഖുർആനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലത്ത് അറബികൾക്കിടയിൽ ആവേശത്തോടുകൂടി അവർ ശ്രദ്ധിച്ചിരുന്ന ഒരു കഥയായിരുന്നു ഗുഹാവാസികളുടെ കഥ. ഗുഹാവാസികളുടെ കഥ അറിയുന്ന ആളുകൾക്ക് അവർക്കിടയിൽ വലിയ സ്ഥാനം, മഹത്വം കൽപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ആ കഥ അതിമനോഹരമായ ഒരു ശൈലിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യായി അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് തന്നെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് തന്നെ അവരുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന, എന്നാൽ ഇസ്ലാമികമായ തത്വ സംഹിതകൾ, നിയമനിർദ്ദേശങ്ങൾ, വിധി വിലക്കുകൾ ഉൾക്കൊള്ളുന്ന കഥകൾ ഖുർആനിലൂടെ തന്നെ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് അവർക്ക് ഏറെ സന്തോഷകരമായി അനുഭവപ്പെട്ടു. ശത്രുക്കൾക്ക് ഇത് വലിയ അസൂയയായി. കാരണം ഖുർആൻ കേൾക്കാൻ ആരും പോവരുത്, ആരും കേൾക്കരുത്, ഒരാളും അതിലേക്ക് ആകർഷിക്കപ്പെടരുത് എന്നൊക്കെയാണ് പൊതുവെ അവരുടെ ചിന്ത. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഖുർആൻ തന്നെ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇത്തരം കഥകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അതും അവർ ഏറെ ഇഷ്ടപ്പെടുന്ന ദഖിയാനൂസ് രാജാവിന്റെ കഥ തന്നെ ഖുർആനിലൂടെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ അങ്ങോട്ട് ആകർഷിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർക്ക് ഒരല്പം
അങ്കലാപ്പുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഖുർആനിന്റെ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഖുർആൻ പറയുന്ന ഏത് കഥ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കഥയ്ക്കു വേണ്ടി കഥ പറയുന്ന ഒരു രീതി ഖുർആനിനില്ല. കഥ പറയുകയും കഥയേക്കാൾ പ്രാധാന്യം ആ കഥ ഉൾക്കൊള്ളുന്ന പാഠത്തിന് നൽകുകയും ചെയ്യുക, അഥവാ ആ കഥ നമ്മളോട് പറയുന്ന ആ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു കഥാകഥന രീതിയാണ് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത് എന്നുള്ളത് ഖുർആനിന്റെ ഏത് കഥ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ കഥ പറയുന്ന സൂറത്തിന് തന്നെ അള്ളാഹു നൽകിയിരിക്കുന്ന നാമം കഹ്ഫ് എന്നാണ്, അഥവാ ഗുഹ എന്ന പേരാണ് ഖുർആൻ അതിന് നൽകിയിരിക്കുന്നത്. ഈ സൂറത്തിന് ഒരുപാട് പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയുണ്ടായി. കഥ പറയുന്ന സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ വേണ്ടി വെള്ളിയാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തത്. അങ്ങനെ ആ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണമെന്നും അതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ നിങ്ങൾക്കുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കേണ്ടത്. നിരവധി വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അബീ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വചനം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹഫിള 10 ആയാത്ത് മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിന ദജ്ജാൽ. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയാൽ അയാൾക്ക് അല്ലാഹു ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷണം നൽകും. അങ്ങനെ ഒരുപാട് വചനങ്ങൾ, ആദ്യത്തെ ആയത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന വചനങ്ങൾ കാണുവാൻ സാധിക്കും. സൂറത്തുൽ കഹ്ഫിന്റെ തന്നെ അവസാനത്തെ ആയത്തുകളുടെ ശ്രേഷ്ഠത പറയുന്ന വചനങ്ങൾ കാണുവാൻ സാധിക്കും. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് കൃത്യമായി എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന വചനങ്ങൾ കാണുവാൻ സാധിക്കും. ഇതൊക്കെ ഈ ഒരു സൂറത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്. ഈ കഥ തുടങ്ങുന്നത് നഹ്നു നഖുസ്സു അലൈക നബാഹും ബിൽ ഹഖ്. ഞാൻ സൂചിപ്പിച്ചു, അന്ന് അറബികൾക്കിടയിൽ അഹ്ലു കഹ്ഫിന്റെ ഗുഹാവാസികളുടെ വ്യത്യസ്തമായ റിപ്പോർട്ടിലുള്ള കഥകൾ വ്യാപിച്ചിരുന്ന ഒരു കാലത്ത് ശരിയായി ഉള്ള കഥ നിങ്ങൾക്ക് വിവരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിയായ കഥ, പല റിപ്പോർട്ടുകൾ, പല വഴിത്താരകൾ, പല രീതികൾ, പല കഥനങ്ങൾ ആ കഥക്കുണ്ട് എങ്കിലും ഇതാ ഈ ഖുർആനിൽ പറയുന്നതാണ് ഹക്കായ കഥ, ഹക്കായ കഥ, ശരിയായ കഥ എന്ന ആമുഖത്തോടു കൂടിയാണ് ഖുർആൻ ഈ കഥ ആരംഭിക്കുന്നത്. നമ്മള് മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും, കഥ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഈ കഥയൊക്കെ ഇന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അമാനിമൗലവിയുടെ തഫ്സീർ നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടായിരിക്കും. സൂറത്തുൽ കഹ്ഫ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഒന്നിച്ചിരുന്നിട്ടൊന്ന് വായിച്ചാൽ അതൊരു അതീവമായ ആകർഷണമായി നമുക്കും മക്കൾക്കും അനുഭവപ്പെടും. ഒന്നുകൂടി പ്രാക്ടിക്കലാക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒഴിവുള്ള സന്ദർഭങ്ങളിൽ ആ കഥയൊന്ന് വായിച്ച് നാം ഹൃദ്യസ്ഥമാക്കി വെക്കുകയും മക്കളോടൊന്നിച്ച് അത് ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ അവസരം കണ്ടെത്തുകയും ചെയ്താൽ അത് ഒന്നുകൂടി ഗംഭീരമാവും. തീർച്ചയായിട്ടും മക്കൾ അത് കേട്ടിരിക്കും. നമ്മൾ കഥാപുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാറുണ്ട്, വാങ്ങിക്കൊടുക്കാറുണ്ട്. അതിനേക്കാളൊക്കെ ഇന്ന് ആളുകൾക്ക് എളുപ്പം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരു കഥ ഇട്ട് കൊടുക്കല. അതിൽ പലതരത്തിലുള്ള കഥകളുണ്ടാവും. ആ കഥകളൊക്കെ മക്കളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. കഥകൾ മക്കളെ വല്ലാതെ സ്വാധീനിക്കും. ആ കഥ അവസാനം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എവിടെയാണ് എന്നുള്ളിടത്ത് നമ്മൾ ഇടപെട്ടിട്ടില്ല എങ്കിൽ മക്കളുടെ മനസ്സിൽ അത് വല്ലാത്ത സ്വാധീനം ഉണ്ടാക്കും. കഥയിൽ നിന്ന് മക്കൾ പാഠങ്ങൾ പഠിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം
അരാജകത്വവും അതേപോലെ തന്നെ അധാർമികതയും അസാംസ്കാരികതയും ഒക്കെ നിലനിൽക്കുന്നത് എന്നുള്ളതിന്റെ പിന്നാമ്പുറം പോയി നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിലിറങ്ങുന്ന കഥകളും അതേപോലെ തന്നെ ചിത്രങ്ങളും ഫിലിമുകളും ഒക്കെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കുന്ന സ്വാധീനമാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, സ്ത്രീകളുടെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, സ്ത്രീകളുടെ സമൂഹത്തിലുള്ള പദവി എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതിനെയൊക്കെ ഇസ്ലാമിനെതിരെ കുത്തുവാനുള്ള വടികളായി ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ കഥകളിലും കവിതകളിലും ചിത്രങ്ങളിലും ഫിലിമുകളിലും നോവലുകളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ കേട്ട് വായിച്ച് പഠിച്ച് ആണ് നമ്മുടെ മക്കള് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ നമ്മള് അതിലൊക്കെ ഒന്ന് ഇടപെടണം. നമ്മള് ഏത് ലോകത്താണ് മക്കൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ തയ്യാറാവണം. അവിടെയൊക്കെ ഇടപെട്ടുകൊണ്ട് മക്കളെ ശരിയായ റൂട്ടിലേക്ക് നയിക്കാൻ വേണ്ടി അവരുടെ സംസാരത്തിലും ചിന്തകളിലും ഇസ്ലാമിന്റെ ഇടപെടലുകൾ ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിനുള്ള വഴി എന്താ? അതിനുള്ള വഴി എന്ന് പറയുന്നത് ഇത്തരം സെലക്റ്റീവായ കഥകൾ മക്കൾക്ക് കൊടുക്കുക. എന്നാ ഈ കണ്ടോ എന്നും പറഞ്ഞ് നെറ്റും കയറ്റിയിട്ട് മക്കൾക്ക് ടാബോ മൊബൈൽ ഫോണോ കൊടുക്കുന്നതിന് പകരം നമ്മൾ കണ്ടെത്തിയിട്ട് അത് കാണുവാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇതേ സാധനം നമുക്ക് മനോഹരമായ ഇസ്ലാമികമായ ശൈലിയിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അവർക്ക് കൊടുക്കുന്നതിന് പകരം മനോഹരമായി ഇസ്ലാമികമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിന്റെ സുന്ദരമായ ഒരു ചിത്രം കുട്ടികളെ കാണിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് ശരിയായ പാഠം പഠിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മക്കളുടെ വളർച്ചയിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഇടപെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വളരെ അപകടകരമായ ഒരു റൂട്ടിലേക്കാണ് പുതിയ തലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ഖുർആൻ പറയുന്നത് നഹ്നു നഖുസ്സു അലൈക നബാഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ. ഏത് കഥ പറയുമ്പോഴും തുടക്കത്തിൽ മനോഹരമായി ആ ഒരു മെസ്സേജിലേക്ക്, അതിന്റെ മോറലിലേക്ക് ഊന്നിപ്പറയുന്ന ഒരു വാചകം ഖുർആൻ ചേർക്കും. പിന്നെ അത് ഇടക്കിടക്ക് പറയും, ഈ കഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെറും കഥ പറയാനല്ല കേട്ടോ, ഈ കഥയിൽ നിന്നുള്ള പാഠം പഠിക്കാനാണ്. അത് ആ സൂറത്തിന്റെ അവസാനം പറയും, ഇടയ്ക്ക് പറയും, തുടക്കത്തിൽ പറയും. കാരണം അതാണ് പ്രധാനപ്പെട്ടത്. കഥ വായിച്ച് ആവേശം കൊണ്ട് തിരിഞ്ഞു പോന്നാൽ മാത്രം പോരാ, അതിൽ നിന്ന് പാഠം പഠിക്കണം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദക്കിയാനൂസ് രാജാവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പാക്കിയ മുഴുവൻ ആളുകളെയും വിഗ്രഹാരാധന നിർബന്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ആളുകളും വിഗ്രഹാരാധന നിർവഹിക്കണമെന്ന് ഒരു സമൂഹത്തെ, ഒരു ജനതയെ ഒന്നിച്ച് നിർബന്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമായി മല കയറിയ ഒരു വിഭാഗം, അവരെ കുറിച്ചാണ് ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ സംസാരിക്കുന്നത്. എന്നിട്ട് അവരെ ഖുർആൻ സമൂഹത്തിനുള്ള ഒരു ആവേശമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ദഅവത്തിന് വേണ്ടി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാം നിലനിൽക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നതിന് വേണ്ടിയാണ് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും സൂറത്തുൽ കഹ്ഫ് പ്രസക്തമാണ്. സൂറത്തുൽ കഹ്ഫ് നമുക്ക് നൽകുന്ന മെസ്സേജ് അന്നത്തെ പോലെ പ്രസക്തമാണ്. ദഅവാരംഗത്ത് എഴുന്നേറ്റു നിന്ന് സംസാരിക്കാൻ ഇത് ഖുർആൻ പറഞ്ഞല്ലോ, അവർ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച സന്ദർഭം, എഴുന്നേറ്റ് നിന്ന് ദഅവത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് ഒറ്റപ്പെടുത്തപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും മുസ്ലിംകളായ ആളുകൾ പോലും അവരെന്തിനാണ് ഈ കാലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ദഅവത്തുമായിട്ട് ആരിറങ്ങിയാലും ഇപ്പത്തെ കാലത്ത് ഇനിയിപ്പോ അതൊക്കെ പറ്റുമോ? ഇപ്പൊ അതൊക്കെ പറയാൻ പറ്റുമോ? കാലത്തെ ഒന്ന് പരിഗണിക്കണ്ടേ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടമല്ലേ? ദഅവത്ത് ഏത് കാലത്തും നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദഅവത്തിൽ നിന്ന് അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ എന്ന് പറയുന്ന അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്ന് നമ്മൾ പിന്നോട്ട് പോയോ, ഒരു സംശയമില്ല, അള്ളാഹ് ആ ടീമിനെ അങ്ങോട്ട് നാമാവശേഷമാക്കും, ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യും.
ഒരു സമൂഹത്തെ ഒന്നും തുടച്ചു മാറ്റുക എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള എത്രയോ ജനതതികളെ പല രീതിയിലുള്ള കലാമിറ്റിയിലൂടെ, ദുരന്തങ്ങളിലൂടെ ലോകത്ത് നിന്ന് അള്ളാഹ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പുതിയ തലമുറയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കാ നഷ്ടം? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു തീരുമാനം മാത്രം മതി അതിന്. പക്ഷേ നാം അതിൽ നിന്ന് പിന്നോട്ട് പോയാൽ നമുക്കാണ് നഷ്ടം. അതുകൊണ്ട് ആ ഒരു മെസ്സേജ് സൂറത്തുൽ കഹ്ഫിൽ നിന്ന് പഠിച്ച് നമ്മളാലാവുന്ന രീതിയിൽ ആ രംഗത്ത്, ദഅവാ രംഗത്ത് ഇടപെടേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഇത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവരൊരു വിഭാഗം ചെറുപ്പക്കാരായിരുന്നു. ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് ആവേശം പകർന്നു നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഖുർആൻ ഈ ഭാഗം പറയുന്നത്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അങ്ങനെ നാം അവർക്ക് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു. റബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നാം ധൈര്യം നൽകി. ഇത് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ രക്ഷിതാവ്, ഈ രാജാവ് പറയുന്ന വിഗ്രഹങ്ങളെ, ദൈവങ്ങളെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ കിട്ടുകയില്ല. ഞങ്ങളുടെ രക്ഷിതാവ്, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ്. റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവായ അള്ളാഹുവാണ്. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ, ഒരിക്കലും അവനെ അല്ലാതെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്താൽ അത് അന്യായമാണ് എന്ന് പറയാൻ തയ്യാറായ ഒരു വിഭാഗത്തിന്റെ കഥയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഇവിടെ മതപരമായ ഫിത്ന ഏത് കാലത്തും സംഭവിക്കുമെന്നും ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് അഹ്ലുൽ കിതാബ് കഹ്ഫിന്റെ ആളുകളുടെ, ഗുഹാവാസികളുടെ ആളുകളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവണമെന്നും ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഹൗലായി ഖൗമുന ഇത്തഖദു മിൻ ദൂനിഹി ആലിഹതൻ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിനിൻ ഫമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. ഒരു തെളിവുമില്ലാതെയാണ് ഇത്തരം ആളുകൾ ഈ വിഗ്രഹാരാധന നിർവഹിക്കുന്നത്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ, അത് മതത്തിനകത്തുള്ളവരായിരിക്കട്ടെ പുറത്തുള്ളവരായിരിക്കട്ടെ, ഒരു തെളിവുമില്ലാതെ ശബ്ദിക്കുന്ന ആളുകൾക്കെതിരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് അഹ്ലുൽ കഹ്ഫിന്റെ, സൂറത്തുൽ കഹ്ഫിന്റെ, അസ്ഹാബുൽ കഹ്ഫിന്റെ സന്ദേശത്തിൽ നിന്ന് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം. അതേപോലെ തന്നെ ഖുർആൻ ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂടെ ക്ഷമിക്കുവാനും സഹിക്കുവാനും നീ തയ്യാറാകുക. അവർ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പാഠം എന്ന് പറയുന്നത്, ഈ രംഗത്ത് ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഉണ്ടാകും. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് മതരംഗത്ത്, ആദർശ രംഗത്ത് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, പാഠമായി സൂറത്തുൽ കഹ്ഫിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ ഇസ്ലിഹ് ലി ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി വസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി. അല്ലാഹുവേ, എന്റെ മതത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇസ്ലിഹ് ലി ദീനി, എന്റെ മതത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ തമ്പുരാനെ. അല്ലദി ഹുവ ഇസ്മത്തു അംരി, അതാണ് എന്റെ കാര്യങ്ങളുടെ അവലംബം എന്ന് പറയുന്നത്. ആ മതത്തിന്റെ വിഷയത്തിൽ എപ്പോഴും ഒരു ശക്തമായ നിലപാട്, കണിശമായ നിലപാട്, അവിടെയാണ് എനിക്ക് വിജയമുള്ളത്, അവിടെയാണ് എന്റെ രക്ഷയുള്ളത്. വസ്ലിഹ് ലി ദുനിയായ, കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദുനിയാവിനെയും അല്ലാഹുവേ നാഥാ നീ എനിക്ക് നന്നാക്കി തരണേ. അല്ലതി ഫീഹാ മആശി, അതിലാണ് എന്റെ ജീവിത സന്ധാരണം ഉൾക്കൊള്ളുന്നത്, എന്റെ ജീവിതം അതിലാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. വസ്ലിഹ് ലി ആഖിറതി, എന്റെ പരലോകത്തെ നീ എനിക്ക് നന്നാക്കി തരണേ. അല്ലതി ഫീഹാ മആദി, അവിടേക്കാണ് എനിക്ക് മടങ്ങാനുള്ളത്. എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണം, അതാണ് എന്റെ അവലംബം. എന്റെ ദുനിയാവിനെ നീ എനിക്ക് നന്നാക്കി തരണം, അതിലൂടെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. എന്റെ ആഖിറത്തിനെ നീ എനിക്ക് നന്നാക്കി തരണം, അവിടേക്കാണ് എന്റെ മടക്കം. വജഅലിൽ ഹയാത സിയാദത്തുൻ ലി മിൻ കുല്ലി ഖൈർ, എല്ലാ നന്മയും സമ്പാദിക്കുവാനുള്ള വഴിയായി ഈ ദുനിയാവിനെ നീ എനിക്ക് മാറ്റണമേ. വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർർ, എല്ലാ ഷർറിൽ നിന്നുള്ള
മോചനമായിക്കൊണ്ട് എൻ്റെ മരണത്തെയും നീ എനിക്ക് മാറ്റണമേ. മരണത്തോടു കൂടി ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് മരണത്തിന്റെ മുമ്പ് അനുഭവിച്ച് തീർക്കുന്ന ഒരു അവസ്ഥ നീ എനിക്ക് നൽകണം. മരണത്തിന് ശേഷം അല്ലാഹുവേ നീ എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിശ്വാസികളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഈ ഒരു ദീനിന്റെ വിഷയത്തിൽ അഹ്ലു കഹ്ഫിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. രണ്ടാമത്തെ ഞാൻ സൂചിപ്പിച്ച സാമ്പത്തികമായ വിഷയത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചാഞ്ചല്യം, ഫിത്നത്തുൽ മാൽ, സാമ്പത്തിക രംഗത്തുണ്ടാവുന്ന മനസ്സിൽ സമ്പത്തിന്റെ പിന്നാലെ ആളുകൾ പോകുമ്പോൾ, സമ്പത്തുള്ളവരുടെ പിന്നാലെ ആളുകൾ പോകുമ്പോൾ പണക്കാരന് പണത്തിന്റെ തൂക്കം നോക്കിയിട്ട് ആളുകൾക്ക് തൂക്കം നൽകുന്ന ഒരു ചുറ്റുപാട് അന്ന് ഉണ്ടായതുപോലെ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. അവന്റെ നിലപാട് നോക്കിയിട്ടല്ല, അവന്റെ ആദർശം നോക്കിയിട്ടല്ല, അവന്റെ വിശ്വാസം നോക്കിയിട്ടല്ല, മറിച്ച് അവനെത്ര പണുണ്ട്, അവനെത്ര സമ്പത്തുണ്ട്. അതാണ് ഖുർആൻ പിന്നീട് പറയുന്ന കഥ. വദ്രിബ് ലഹും മസലൻ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഗ്നാബിൻ വഹഫഫനാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സറഅ. പിന്നീട് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ആ ഒരു ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. അഥവാ രണ്ട് ആളുകളുടെ കഥയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതിലൊരാൾക്ക് മനോഹരമായ ഒരു തോട്ടമുണ്ടായിരുന്നു, ഒരാൾക്ക് മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടമാവട്ടെ ഈന്തപ്പന മരങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ട തോട്ടവുമായിരുന്നു. സുന്ദരമായ ഒരു, ഒന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും സ്വപ്നം കാണുന്ന ഒന്നാണ് വിശാലമായി കാഴ്ച നിൽക്കുന്ന ഒരു മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോപ്പിന് ചുറ്റും വളർന്നു നിൽക്കുന്ന ഈന്തപ്പന മരങ്ങൾ, അങ്ങനെയുള്ള ഒരു തോട്ടം അല്ലാഹു ഒരാൾക്ക് അനുഗ്രഹമായി കൊടുത്തു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര സൗഭാഗ്യവാനാണ്. നമ്മുടെ കണ്ണിലൂടെ നോക്കിയാൽ അയാള്, ദുനിയാവിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ അയാൾക്ക് അല്ലാഹ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ബാങ്ക് ബാലൻസ് ഉള്ള, അല്ലെങ്കിൽ എമ്പാടും സമ്പാദ്യമുള്ള, ആവശ്യത്തിൽ കൂടുതൽ വാഹനങ്ങളുള്ള, ആളുകൾ സ്വപ്നം കാണുന്ന വീടുകളുള്ള ഒരാളുടേത് പോലെ അയാൾ ഇങ്ങനെ ജീവിക്കാണ്. പക്ഷേ അയാൾക്ക് അല്ലാഹ് തന്നതാണ് ഇത് എന്ന ബോധമില്ല. അതാണ് പ്രശ്നം. എന്നിട്ട് അയാൾ അതിന്റെ പേരിൽ അഹങ്കാരം നടിക്കുന്നു. അയാൾ പറയാണ്, അയാളുടെ സഹോദരനേക്കാൾ, കൂട്ടുകാരനേക്കാൾ, അയാൾ സഹോദരനൊക്കെ അയാൾ പറയണേ, നിന്നെക്കാൾ അല്ലാഹു പ്രതാപം നൽകിയത് എനിക്കാണ്, നിന്നെക്കാൾ അല്ലാഹു സമ്പത്ത് നൽകിയത് എനിക്കാണ്, നിന്നെക്കാൾ അല്ലാഹു ആൾബലം നൽകിയത് എനിക്കാണ് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കുന്ന മനുഷ്യൻ. അപ്പൊ സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാവാം. അത്തരം ആളുകൾ എങ്ങനെ പാഠം പഠിക്കണമെന്ന് സൂറത്തുൽ കഹ്ഫ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ടോ അദ്ദേഹത്തോട് ഈ സുഹൃത്ത്, ആ സുഹൃത്തിന് സമ്പത്ത് കുറവാണ്, സഹോദരന് സമ്പത്ത് കുറവാണ്. അയാള് വളരെ നല്ല മനസ്സോടുകൂടി ഇദ്ദേഹത്തോട് ചോദിക്കാണ്, നീ പണ്ട് ഒന്നും അല്ലായിരുന്നു അല്ലേ? ഏതൊരു അഹങ്കാരിയായ മനുഷ്യന്റെയും 50 വർഷങ്ങൾക്ക് മുൻപുള്ള, അതല്ലെങ്കിൽ 60 വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒന്നിനും കഴിയാത്ത ഒരു നുതുഫയാണവൻ, ഒരു അലക്കയാണവൻ, ഒന്ന് പേര് പറയാൻ മാത്രം പോലും ഇല്ലാത്ത ഒരു ബീജത്തുള്ളിയാണവൻ. അതിൽ നിന്നാണ് അല്ലാഹു അവനെ അത്യാവശ്യം ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട്, സമ്പത്തുണ്ട്, അംഗീകരിക്കാൻ ആളുണ്ട്, ചോദിക്കാനും പറയാനും ടീമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവന്നത് ഇപ്പോഴാണ്. ഇനി ഒരു 50 കൂടി കഴിഞ്ഞാലോ? കഴിഞ്ഞില്ലേ? ഒന്നുമില്ലല്ലോ. ഈ 100 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നടക്കണ ഇതിഹാസമല്ലേ ഇതൊക്കെ? ലോകം 100 കൊല്ലത്തിന് മുൻപുമുണ്ട്. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് ലോകം അവിടെ ബാക്കി ഉണ്ടാകും. അന്ന് ഇവനെ പറയാൻ ആരാ ഉണ്ടാവുക? ഒരു പക്ഷെ കാറൂനെ പോലെ ഇവർ സ്മരിക്കപ്പെട്ടു എന്ന് വന്നേക്കാം, ഫറോവയെ പോലെ ഇവൻ ഓർമ്മിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ അതല്ലല്ലോ ഒരു മനുഷ്യൻ വിജയിക്കുവാനുള്ള മാനദണ്ഡമെന്ന് പറയുന്നത്. അങ്ങനെ ഇവനോട് നല്ല നിലയ്ക്ക് സുഹൃത്ത് പറഞ്ഞെടുത്തു. പക്ഷെ അവനത് വിശ്വസിക്കാൻ തയ്യാറായില്ല, അവനത് അംഗീകരിക്കാൻ തയ്യാറായില്ല, അവനത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവൻ തന്റെ സമ്പത്തിന്റെ പേരിൽ അഹങ്കാരം നടിച്ചു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു അത് അപ്പാടങ്ങട്ട് നശിപ്പിച്ചു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ എടുത്ത് വായിക്കണം. ഇതൊക്കെ അള്ളാഹ്ക്ക്
ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയുള്ളൂ. അത് ഏത് രൂപത്തിലൊക്കെ അള്ള ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. അത് ചിലപ്പോൾ ചിലർക്ക് കൊറോണന്റെ രൂപത്തിൽ വരും, വേറെ ചിലർക്ക് മഴയായിട്ട് വരും, ഇനിയും ചിലർക്ക് ഇടിയായിട്ട് വരും, വേറെ ചിലർക്ക് ഹോസ്പിറ്റൽ കേസ് ആയിട്ടായിരിക്കും വരിക. ആശുപത്രി നിങ്ങൾ ഇറങ്ങാതെ എത്ര പൈസ ഉള്ളവനും വീട്ടിലൊരു 2-3 ആൾക്ക് മേജർ അസുഖം വന്നാൽ ഒരു 2 കൊല്ലം ആശുപത്രിക്കാണ് കയറി ഇറങ്ങി തുടങ്ങിയാൽ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങളുടെ പോരാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ പിന്നെ ആരെ കയ്യിലാ ബാലൻസ് ഉണ്ടാവുക ഇന്നത്തെ കാലത്ത്? അപ്പൊ അഹങ്കാരത്തിനൊന്നും യാതൊരു അടിസ്ഥാനം ഇല്ല എന്നുള്ളത് അന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവസാനം യാ ലൈതനി ലം ഉശ്രിക ബി റബ്ബി അഹദാ, അവൻ പറയാണ്, പടച്ചോനെ ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ ഞാൻ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ഈ സൂറത്തിലാണ് അള്ളാഹു മനുഷ്യന് പരിചയപ്പെടുത്തി തരുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നിങ്ങളെ മക്കളും നിങ്ങളുടെ സമ്പത്തും ഒക്കെ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും ഒക്കെ സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിന്റെ അലങ്കാരം മാത്രമാണല്ലോ അത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായി കാണേണ്ടുന്ന, പരലോകവുമായി കമ്പയർ ചെയ്യുമ്പോൾ കടലിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു വെള്ളത്തുള്ളിക്ക് സമാനമായ ഈ ദുനിയാവിന്റെ സീനത്ത് മാത്രമാണ് ഇതൊക്കെ. സമ്പത്തും മക്കളും അതിന്റെ പേരുള്ള ജാടയും അഹങ്കാരവും ഒക്കെ. വൽ ബാക്കിയാത്ത് സ്വാലിഹാത്ത്, ബാക്കിയാവണത് എന്താണ്? നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സൽക്കർമ്മങ്ങളെ ബാക്കിയാകണം, അത് മാത്രമേ ബാക്കിയാവുള്ളൂ. വൽ ബാക്കിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അതാണ് ഖൈറ്, അതിലാണ് നന്മ, അതിലാണ് പ്രതീക്ഷ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്ന ഓരോ കഥകളും വെറും കഥയ്ക്ക് വേണ്ടിയുള്ളതല്ല, കഥയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ അത് പഠിക്കണം. ഖുർആൻ നമ്മളെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ ഖുർആനുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് ഉത്തരം പറയാനുള്ളത്? ചെറിയ ഇത്തരം നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെങ്കിലും സമയം കിട്ടുമ്പോൾ വെറുതെ ഈ ഒരു നമ്മുടെ സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം ഉപകാരപ്രദമായ അറിവിലേക്ക് സമയത്തെ മാറ്റിയെടുക്കുന്ന രീതിയിൽ നമ്മൾ മാറാൻ തയ്യാറാവുക. അപ്പൊ നമ്മുടെ വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും, നമുക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസീസുൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹു കാഫത്തൻ ലിന്നാസ് ബിൽബശീരി വൽ ഇൻദാർ വഅലാ ആലിഹിൽ അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാഇൽ അഖിയാർ മാ ദാമത്ത് സമാവാതി വൽ അർദി മാ തവബ്ബത് ലിമാത്ത് വൽ അൻവാർ അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസത്തിൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശം ജീവിതത്തിൽ പറഞ്ഞു ഉപദേശിക്കാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വചനം, ഖൽബു ശൈഖ് ശാബൻ അലാ ഹുബ്ബി ഇസ്നൈൻ. ഒരു വൃദ്ധന്റെ കൽബ്, വയസ്സന്റെ മനസ്സ് 2 കാര്യങ്ങളിൽ യുവാവാണ്. ആള് വയസ്സനാണ്, പക്ഷെ കൽബ് യുവാവാണ്. കൽബ് യുവാവാണെന്ന് പറയുമ്പോൾ കൽബ് മൊത്തം യുവാവല്ല, 2 വിഷയത്തിൽ അവന്റെ മനസ്സ് യുവാവാണ്. 2 വിഷയം. ഏതൊക്കെയാണ് 2 വിഷയം? ഹുബ്ബുൽ ഐഷ് വൽ മാൽ. ഒന്ന്, ജീവിതത്തെ കുറിച്ചുള്ള, ജീവിക്കണമെന്നുള്ള മോഹത്തിൽ അവൻ ഇപ്പോഴും യുവാവാണ്. മതിയായോ? ഇനി ഇവിടെ പോയിക്കൂടെ? ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഇന്നലെ മിഞ്ഞാന്ന് അറിയും പോലെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, അത്ര പെട്ടെന്ന് 50 വയസ്സായി. 50 വയസ്സൊക്കെ ആയെങ്കിലും അതൊരു സംഖ്യ മാത്രമാണ്. എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല. അംഗീകരിക്കൂല മനുഷ്യൻ. ജീവിതത്തെ കുറിച്ച് അവന്റെ കൽബ് ഇപ്പോഴും യുവാവാണ്. ഒന്ന്. രണ്ടാമത്തേത് വൽമാൽ, സമ്പത്തിന്റെ വിഷയത്തിൽ. ഉണ്ടാക്കിയിട്ട് മതിയായോ? ഊതി തീർന്നോ? എവിടെ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ 2 വിഷയത്തിൽ ഒരു വൃദ്ധൻ പോലും യുവാവാണ് എന്ന് പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും നമുക്ക് ഹലാലായ നിലക്ക് ദുനിയാവിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാം. പക്ഷെ അതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയായിരിക്കണം, നമ്മുടെ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം.
നമ്മുടെ സ്വർഗത്തിലെ പദവിക്ക് വേണ്ടിയായിരിക്കണം, മറിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒന്നിനു വേണ്ടിയായിരിക്കാൻ പാടില്ല. ഖബറിലെ ശിക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാൻ പാടില്ല. പരലോകത്തെ നഷ്ടത്തിന് വേണ്ടിയായിരിക്കാൻ പാടില്ല. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാഅക്ക് ശേഷം